ബേസിക്കലി നമ്മുടെ മാൻ പവർ വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിൽ ആക്ച്വലി ഓവർ സഫീഷ്യൻ്റ് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടുത്തെ പല ഡോക്ടേഴ്സും നഴ്സുമാരുടെ കാര്യത്തിൽ വേൾഡിൽ സപ്ലയറാണ്. കേരളം വേൾഡിൽ സപ്ലൈ ചെയ്യുന്നത്. എവിടെ പോയാലും ഒരു മലയാളി നഴ്സിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പല സ്ഥലത്തും മലയാളി ഡോക്ടേഴ്സിനെ കാണാൻ പറ്റും. അപ്പം മാൻ പവർ വെച്ച് നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കേരളം സർപ്ലസ് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് വേണമെങ്കിൽ പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് കുറച്ച് ഹോസ്പിറ്റൽസ് മാത്രമുള്ള നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കാം നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സാണ് ശരിക്കും ഏറ്റവും ഹൈ ക്വാളിറ്റി. കാരണം അവർ 10-30 വർഷം ട്രീറ്റ് ചെയ്യുക, ഒരുപാട് എത്ര പേരെയാണ് ഡെയിലി ചികിത്സിക്കുക, അത്ര എക്സ്പീരിയൻസ് കുട്ടികളെ പഠിപ്പിക്കുന്ന അത്ര എഡ്യൂക്കേഷൻ വഴിച്ചുണ്ട്. പക്ഷെ നമ്മളൊരു അറബി പേഷ്യൻ്റ് ആരെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആവുമോ? എന്തുകൊണ്ടാണ്? കാരണം അത്രയും പൂർ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ മാൻ പവർ മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും വേണം. അത് ഫെസിലിറ്റീസ് കൂടുമ്പോൾ ഉടനെ പേഷ്യൻസിന് ഭയങ്കരമായിട്ട് ടെൻഷൻ വരുന്നത് ഭയങ്കര എക്സ്പെൻസ് ആണ്. അത് വരാൻ പാടില്ല. അവരുടെ ഇൻഷുറൻസ് അത് കവർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അവർക്ക് കോസ്റ്റിനെ കുറിച്ച് ഒരു ബോധറേഷനോ ഒരു ടെൻഷനും ഇല്ല. അവർക്ക് പിന്നെ ചികിത്സ മാറുമെന്നുള്ള ശ്രദ്ധ മാത്രം മതി. അങ്ങനെ ഒരു സിസ്റ്റം ആയി വരണം. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പ്രോപ്പർ മാൻ പവർ, എല്ലാ ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലും, പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ഒരു അസുഖം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈക്കോളജിക്കൽ ഒരു സ്റ്റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു ബെഡിൽ പോയി ഒരു ബെഡിൽ തന്നെ 3 രോഗികളെ കിടത്തി ഭയങ്കരമായിട്ട് സ്ട്രെസ്, അവർ ഉറങ്ങുന്നില്ല, ഭയങ്കര സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം നടുവനായിട്ട് പോയ ഒരാൾ ന്യൂമോണിയായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്നത്. അതൊക്കെ വളരെ തെറ്റായ രീതിയാണ്. അപ്പം പ്രോപ്പർ ക്ലീൻ എൻവയറമെൻറ്റ്, വളരെ പീസ്ഫുൾ ആയിട്ടൊരു ഹോളിസ്റ്റിക് എൻവയറമെൻറ്റ് എല്ലാ ഹോസ്പിറ്റൽസും ഉണ്ടായിരിക്കണം. അപ്പോൾ അത് പ്രോപ്പർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് മുൻകൈ എടുക്കണം.